ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ടിപ്സ് ആണ്. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഫോണിന് ചെവി ഉണ്ടോന്ന്, അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾ കോൺവെർസേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനോട് റിലേറ്റ് ചെയ്ത ആഡ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ, അല്ലെ അതിനെ റിലേറ്റ് ചെയ്ത കണ്ടന്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. ഇതെങ്ങനെയാണ്? അതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് സിമ്പിളായിട്ട് ഒരു 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 സെറ്റിങ്സ് നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏത്? പിന്നെ നമ്മൾ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ആഡുകൾ നമുക്ക് സ്റ്റോപ്പ് ആക്കി തരും, അല്ലെങ്കിൽ കണ്ടന്റ് സ്റ്റോപ്പ് ആക്കി തരും. അതെങ്ങനെയാണെന്നാണ് നമ്മുടെ ഫോൺ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ആക്സസ് ഉണ്ടാവും. അതെടുത്തതിന് ശേഷം അത് നിങ്ങളുടെ ക്രോമോ ഏതെങ്കിലും നിങ്ങൾ ഗൂഗിൾ എടുത്തതിന് ശേഷം മുകളിലത്തെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനലാണ്. അപ്പോൾ ചാനലിൻ്റെ ഗൂഗിൾ വെച്ചിട്ട് ഞാനത് ആക്സസ് ചെയ്ത് കയറിയിട്ട് എന്നിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു എടുക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് കയറും. ഓക്കെ, അതിനുശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഡേറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും റീഡയറക്റ്റ് ആവും. അതിനുശേഷം നേരെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ ആൻഡ് പ്രൈവസി തിങ്സ് യു ഹാവ് ഡൺ ആൻഡ് പ്ലേസസ് യു ഹാവ് ബീൻ. ഓക്കെ, അതിന് നേരെ ഹിസ്റ്ററി സെറ്റിംഗ്സ് ഉണ്ട്, അതിന് തൊട്ട് താഴെ വരുന്നത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്, യൂട്യൂബ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും അത് റീഡയറക്റ്റ് ആവും. ഇങ്ങനത്തെ ഒരു പേജിലേക്ക് അത് റീഡയറക്റ്റ് ആയിട്ട് വരും. ആക്ടിവിറ്റി കൺട്രോൾസ് ഉണ്ട്, നേരെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ താഴെ സബ് സെറ്റിങ്സിനകത്ത് ഒന്ന് നിങ്ങൾ നോക്കി, ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി. അത് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി ഇത് നിങ്ങൾക്ക് ഓൺ ആണെങ്കിൽ, ഓക്കെ, താഴേക്ക് സെറ്റ് ചെയ്ത് ഓൺ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയായിരിക്കും ഇത് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പേജിനകത്ത് കിടക്കുക. ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓൺ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് സ്റ്റോപ്പ് സേവിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ഓൺ ആക്കുക. ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, നമ്മൾ പറയുന്നത് ഗൂഗിള് ക്യാച്ച് ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന കണ്ടന്റിനനുസരിച്ചുള്ള ആഡോ കണ്ടന്റോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മളും നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും സീക്രട്ട് സംസാരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വരുന്നു ഗൂഗിളിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആഡോ ബാക്കിയുള്ള പോസ്റ്റുകളോ ബാക്കിയുള്ള റീൽസ് ആയിട്ട് നമുക്ക് വരണം. അപ്പം ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്താൽ ഇനി അത് തികച്ചും വരില്ല. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കോൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക്സ്.